സ്ത്രീവിരുദ്ധ പരാമർശം തുടർന്ന് സമസ്ത. മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയതിൽ പ്രതിഷേധമറിയിച്ച് മുശാവറ അംഗം ഉമർ ഫൈസി മുക്കം. ലീഗിന്റെ മുൻ നിലപാടുകളിൽ മാറ്റം വരുന്നുണ്ടെന്നാണ് ഉമർ ഫൈസി മുക്കത്തിന്റെ ആശങ്ക. സംവരണ സീറ്റിൽ മാത്രമാണ് വനിതകളെ നിർത്താൻ അനുവാദം നൽകിയതെന്നും മുസ്ലിം ലീഗിന് താക്കീത് നൽകി ഉമർ ഫൈസി മുക്കം പറഞ്ഞു. വിവരങ്ങളുമായി ശിവദാസ് കനമനം ചേരുന്നു. ശിവദാസ്, വലിയൊരു സ്ത്രീവിരുദ്ധ പരാമർശം തന്നെയാണ് സമസ്ത മുന്നോട്ട് വയ്ക്കുന്നത്. മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥി നിർത്തിയതിൽ പ്രതിഷേധമറിയിക്കുകയാണ് മുശാവറ അംഗം ഉമർ ഫൈസി മുക്കം. ലീഗിന്റെ മുൻ നിലപാടുകളിൽ മാറ്റം വരുന്നുണ്ടെന്നാണ് ഉമർ ഫൈസി മുക്കത്തിന്റെ ആശങ്ക. വെറുമൊരു ആശങ്ക പങ്കുവയ്ക്കുകയല്ല, പകരം ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു താക്കീതിന്റെ ഭാഗമായി അങ്ങനെ തന്നെയാണ് സംവരണ സീറ്റിൽ മാത്രമാണ് സ്ത്രീകളെ നിർത്താൻ അനുവാദം നൽകിയതെന്നാണ് ഉമർ ഫൈസി മുക്കം പറയുന്നത്. നമുക്കറിയാം, ലീഗും മുസ്ലിം ലീഗിനെയും SDP-യും ജമാഅത്തെയും പോലുള്ള മുസ്ലിം സംഘടനയെ മുൻനിർത്തി കോൺഗ്രസും CPM ഒക്കെ ഇങ്ങനെ വോട്ട് പിടിക്കാൻ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ എത്തുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നതാണ് എത്രത്തോളം ഒരു സ്ത്രീവിരുദ്ധതയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അവരുടെ നിലപാടെന്താണെന്നുള്ളതും വ്യക്തമാവുകയാണ്. ശിവദാസ് കനമനാണ് വിവരങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒപ്പം ചേരുന്നത്. ശിവദാസ്, കടുത്ത ഒരു സ്ത്രീവിരുദ്ധ പരാമർശം തന്നെയാണ് സമസ്ത നടത്തിയിരിക്കുന്നത്. ആദ്യമായല്ല ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുന്നത്. മുസ്ലിം ലീഗിന്റെ വനിതാ സ്ഥാനാർത്ഥി നിർത്തിയതിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് മുശാവറ അംഗം. പറയൂ. സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായ പരാമർശം തന്നെയാണ്. അതായത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ നിർത്തി അതിൽ കൃത്യമായി സമസ്തയോട് നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ നടത്തിയതുപോലെയല്ല മുസ്ലിം ലീഗ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വനിതാ സ്ഥാനാർത്ഥിയെ സംവരണ സീറ്റുകളിൽ മാത്രമാണ് വനിതാ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ സമസ്തയുടെ മുശാവറ അംഗം കൂടിയായ ഉമർ ഫൈസി മുക്കം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു നിലപാടുകളെല്ലാം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം നമുക്കറിയാം, കൂത്തുപറമ്പിൽ വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്, അത് ജയന്തി രാജനാണ്. അതോടൊപ്പം തന്നെ പേരാമ്പ്ര സീറ്റിലും ഫാത്തിമ തഹ്ലിയെ മുസ്ലിം ലീഗ് നിർത്തിയിട്ടുണ്ട്. ഇത് വനിതാ സംവരണ സീറ്റല്ല. ഇത്തരത്തിൽ കൃത്യമായി സമസ്തയുടെ ഒരു നിലപാടുമായി അല്ല മുസ്ലിം ലീഗ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സമസ്തയുടെ യോഗങ്ങളിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോൾ സംവരണ സീറ്റുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടത് എന്നുള്ള കാര്യം സമസ്ത കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു എന്നാണ് മുശാവറ അംഗം കൂടിയായ ഉമർ ഫൈസി മുക്കം പറഞ്ഞിരിക്കുന്നത്. അതായത് പക്ഷേ മുസ്ലിം ലീഗ് ഇത് ലംഘിച്ചു. അതായത് നമുക്കറിയാം, സമസ്ത എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ ഒരു മത അധിഷ്ഠിത സംഘടന കൂടിയാണ്. പ്രത്യേകിച്ച് തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. പലപ്പോഴും മുസ്ലിം സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യവും അവർ നൽകുന്നില്ല. വിദ്യാഭ്യാസ കാര്യത്തിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രാധാന്യവും സമസ്തയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാറില്ല. അവരുടെ വിദ്യാഭ്യാസത്തെ പോലും എതിർക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ മുൻപും സമസ്ത സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകൾക്ക് എതിരെ ഒരു വിഭാഗം രംഗത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യത്തിലും അതോടൊപ്പം തന്നെ മതപരമായ മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു എതിർപ്പ് സമസ്തയ്ക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു തീവ്ര നിലപാടുകൾ സമസ്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വരുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൃത്യമായി തന്നെ ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ സമസ്ത അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഈ വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയതിൽ വലിയൊരു പ്രതിഷേധം ആണ് ഇപ്പോൾ സമസ്ത അറിയിച്ചിരിക്കുന്നത്. അമൽ, വ്യക്തമാണ്. ജനറൽ സീറ്റിൽ സ്ത്രീകളെ മത്സരിപ്പിക്കേണ്ട, പകരം സംവരണ സീറ്റിൽ മാത്രം മത്സരിപ്പിച്ചാൽ മതി എന്നൊരു കൃത്യമായ നിർദ്ദേശമാണ് സമസ്ത മുന്നോട്ട് വയ്ക്കുന്നത്. മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥി നിർത്തിയതിൽ പ്രതിഷേധം അറിയിച്ച് മുശാവറ അംഗം ഉമർ ഫൈസി മുക്കം രംഗത്തെത്തിയിരിക്കുകയാണ്. വിവരം നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.